ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ കെ ഫോൺ പദ്ധതിയിലൂടെ ഇന്റർനെറ്റ് ഒരു അടിസ്ഥാന അവകാശമാക്കി സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്ത് കൊച്ചിയിലെ മേക്കർ വില്ലേജിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഇൻക്യുബേറ്ററായി വളരുന്ന അവസ്ഥ വന്നു. രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്ററും ഇവിടെ സ്ഥാപിച്ചു. തിരുവനന്തപുരത്തെ കേരള സ്പേസ് പാർക്ക് സംസ്ഥാനത്തെ ബഹിരാകാശ സാങ്കേതിക രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണാനുഭവത്തിന് ശേഷം ജനവിധി അഭിമുഖീകരിക്കുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തില് വിഴിഞ്ഞം തുറമുഖത്തും IT രംഗവും ഇതൊക്കെ കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ഉറച്ച അടിത്തറയാണ് സൃഷ്ടിച്ചത് എന്നത് അഭിമാനപൂർവ്വം കാണാൻ കഴിയും. ആഗോള വ്യാപാരത്തിലും വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലും കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന നേട്ടങ്ങളാണിത്. ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സർക്കാർ നയങ്ങളുടെ ഫലമായി തന്നെയാണ് ഇത്തരം നേട്ടങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞത്. ഈ വികസനപാത തുടരണമോ? അതാണ് ഈ ഘട്ടത്തിൽ തീരുമാനിക്കാനുള്ളത്. അതിൽ ശരിയായ നിലപാട് തന്നെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.